ബുദ്ധിയും ഓർമ്മയും വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സ്ട്രെസ് കുറയ്ക്കാനും ഡിപ്രഷൻ, അൾഷിമേഴ്സ് മുതലായ രോഗങ്ങൾ വരാതെ കാക്കാനും കഴിയുന്ന ഒരു ഔഷധ സസ്യത്തെ പരിചയപ്പെട്ടാലോ? ഒരേ സമയം ആഹാരമായും ഔഷധമായും ഉപയോഗിക്കാം എന്നതാണ് ഈ ചെടിയുടെ മേന്മ. സെൻഡല്ല ഏഷ്യാറ്റിക്ക എന്നാണ് ഈ ചെടിയുടെ ശാസ്ത്രീയ നാമം. മലയാളത്തിൽ മുത്തിൽ, കുടവൻ, കുടങ്ങൽ എന്നിങ്ങനെ അറിയപ്പെടുന്നു. സംസ്കൃതത്തിൽ ഇതിനെ മണ്ഡൂകപർണി എന്ന് വിളിക്കുന്നു. ബ്രഹ്മിയുടെ തുല്യ ഗുണങ്ങൾ ഉള്ളതിനാൽ ചിലർ ഇതിനെ ബ്രഹ്മി എന്നും വിളിക്കാറുണ്ട്. ഇപ്പോൾ കൊറിയൻ സ്കിൻ കെയർ ഒക്കെ ട്രെൻഡിങ് ആണല്ലോ. ഇതിലെ ഒരു പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആയ ഗോട്ടുകോല എന്നത് നമ്മുടെ ഈ കുഞ്ഞു ചെടി തന്നെയാണ്. നിലം പറ്റി വളരുന്ന ഈ ചെടിയിൽ ഓരോ നോഡുകളിൽ നിന്നും വേരുകൾ ഉണ്ടാകും. ഇങ്ങനെയാണ് ഈ ചെടി വ്യാപിക്കുന്നതും പ്രജനനം നടത്തുന്നതും. ഇത്രയേറെ ഔഷധ ഗുണമുള്ള ഈ ചെടിക്ക് ഒരു അപരക്കാരനാണ് അധിനിവേശ സസ്യം കൂടിയായ വേൾഡ് പെന്നിവേർഡ് അല്ലെങ്കിൽ ഹൈഡ്രോകോട്ടൈൽ വെർട്ടിസിലേറ്റ. മിക്കവാറും എല്ലാവരുടെയും ഗാർഡനുകളിൽ ഈ ചെടി ഉണ്ടാകും. അലങ്കാരത്തിനായി വളർത്തുന്ന ഈ ചെടി അലക്ഷ്യമായി പറമ്പുകളിലും മറ്റും ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇവ തമ്മിൽ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. പ്രധാനമായും ഇലയുടെ ആകൃതി വെച്ച് നമുക്കിവയെ തിരിച്ചറിയാൻ കഴിയും. കുടങ്ങലിന്റെ ഇല അർദ്ധവൃത്താകൃതിയിൽ കിഡ്നിയുടെ ഷേപ്പിലാവും ഉണ്ടാകുക. ഇതിന്റെ പീറ്റിയോൾ നോക്കിയാൽ ഇലയുടെ ഒരു അറ്റത്തായിട്ടായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ലീഫ് മാർജിൻ നോക്കിയാൽ ചെറിയ പല്ലുകൾ ഉള്ള പോലെ കാണാം. നേരെ മറിച്ച് ഗാർഡൻ പെന്നിവേർട്ട് ആവട്ടെ ഒരു പരിച പോലെ ആയിരിക്കും ഇല. പീറ്റിയോൾ ഇലയുടെ നേരെ നടുക്കായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. ലീഫ് മാർജിൻ നല്ല ഷേപ്പിലായിട്ട് എൻറ്റയർ അല്ലെങ്കിൽ ചെറിയ വേവി പാറ്റേണിലാവും കാണാം. മുത്തിൽ എന്ന പേരിൽ സമാനമായ ഒരുപാട് ചെടികൾ നാട്ടുവൈദ്യത്തിൽ ഉപയോഗിക്കുന്നുണ്ടാവാം. എന്നാൽ ഇവയൊക്കെ സേഫ് ആവണം എന്നില്ല. അതുപോലെയാണ് ഗാർഡൻ പെന്നിവട്ടും. ആയുർവേദത്തിൽ ഔഷധമായി ഉപയോഗിക്കുന്നത് സെൻഡല്ല ഏഷ്യാറ്റിക്ക എന്ന ചെടിയാണ്. ഇതിനു പുറമെ കരിമുത്തൽ എന്ന ഒരു സസ്യവും ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഇവയെല്ലാം നമുക്ക് നല്ലൊരു അലങ്കാര ചെടിയെ വളർത്താൻ പറ്റുന്നവ കൂടെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ.